പതിവ് പോലെ തന്നെ ഈ എപ്പിസോഡും തുടങ്ങുന്നത് ഇഫാൻ്റെ കോളേജ് കാണിച്ചുകൊണ്ടാണ്. അവളുടെ കോളേജിൽ ഒരു വലിയ വെക്കേഷൻ വരികയാണ്. അവളുടെ ഫ്രണ്ട്സും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് അവരുടെ നാട്ടിലോട്ട് പോവുകയാണ്. ഈ പെണ്ണൊക്കെ അവളുടെ റൂംമേറ്റാണ്. ഇവളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് ദിവസം ഇനി അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. മാത്രമല്ല അവളുടെ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം, അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. അങ്ങനെ അവൾ ഭയങ്കര ആ ഒരു സന്തോഷങ്ങളെല്ലാം ഇവിടെ ഇഫാനോടും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇഫാനാണെങ്കിലോ അതൊക്കെ കേട്ടിട്ട് ചെറിയൊരു വിഷമം വരുന്നുണ്ട്. കാരണം അവൾക്ക് ബോയ് ഫ്രണ്ടും ഇല്ല, ഈവൻ അവൾക്ക് പാരൻസ് പോലും ഇല്ല ഇവളുടെ ഈ ഒരു ആഗ്രഹം പോലെ ചെയ്യാൻ. എന്തായാലും അവൾ അതൊന്നും ഈ ഒരു ഫ്രണ്ടിനോട് പറയുന്നില്ല. എന്നിട്ട് അവൾ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് അവളുടെ സാധനങ്ങളെല്ലാം കയറ്റാൻ. ഇഫാൻ അതിന് സഹായിക്കുന്നുമുണ്ട്. എന്നാൽ ഇവൾ ആ ഒരു ടാക്സിക്കാരനോട് കാറിൻ്റെ ഡിക്ക് തുറന്നു തരാൻ വേണ്ടി പറഞ്ഞിട്ട് അയാൾ കേൾക്കുന്നതേയില്ല. അതിൽ ഇഫാൻ അത് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നു. എന്നിട്ട് അയാളെ വിളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അയാൾ തല പൊക്കിയിട്ട് നോക്കുന്നത്. അപ്പോഴാണ് ഇഫാൻ ഇതാരാണെന്ന് ശരിക്കും അവൾ കാണുന്നത്. പണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടില്ലേ, ഇവൾ ആരെയാണോ ഒരാളെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടല്ലോ, ആ ആൾ തന്നെയാണ് ഇത്. പിന്നെ അവൾ ഒന്നും നോക്കിയില്ല, വേഗം ഇവളെ കാണുന്നതിന് മുന്നേ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുകയാണ്. ഈ ഫ്രണ്ടും അവൾ എവിടെ പോയി എന്നിങ്ങനെ നോക്കുന്നുണ്ട്. ഇനി ആ ഒരു രംഗം കാണിച്ചുകൊണ്ട് നമുക്ക് പ്രസന്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഇഫാനും. എന്നാൽ അവരിപ്പോൾ കപ്പിൾസായിട്ട് കുറച്ചധികം ദിവസമായി. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, രണ്ടുപേരും അവരവരുടേതായ വർക്കിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ബിസിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലെന്ന് തന്നെ പറയാം. ഒരാൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ മറ്റാൾക്ക് ഓവർ ടൈം, ഇനി അയാൾ വരുമ്പോഴോ ഇവയാൾക്ക് ഓവർ ടൈം, അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി. എന്നാലും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കുന്നില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമെല്ലാം ഉണ്ടാക്കി ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഇവർക്ക് മറ്റേ ആൾക്ക് വെച്ച് കൊടുക്കുന്നു. അങ്ങനെയുള്ള സ്നേഹങ്ങളും കെയറിങ്ങും എല്ലാം അവിടെ നടക്കുന്നുണ്ട്. അവസാനം ഒരു ദിവസം അവളിങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പതിവ് പോലെ തന്നെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ് അവൻ എപ്പോഴാണ് വരിക എന്ന്. എന്നാൽ അവന് പറയും അവൻക്ക് ഇന്ന് ഒരുപാട് ഡ്യൂട്ടി, അവൻക്ക് ആ ഒരു പറഞ്ഞ ടൈമിന് ഒരു ഡ്യൂട്ടി ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് തന്നെ അവൻ ഓവർ ടൈം നിൽക്കുകയാണ്. ഏകദേശം വീട്ടിലെത്തുമ്പോഴേക്കും രാവിലെ ഒരു 2-3 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ നീ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട, നീ കിടന്നോ എന്നും പറയുന്നു. അങ്ങനെ അവൾ കാത്തു നിന്ന് അവസാനം അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട് അറിയാതെ. പെട്ടെന്നാണ് അവളുടെ ഫോണിലോട്ട് ഒരു കോൾ വരുന്നത്. അവൾ അത് എടുക്കുമ്പോഴോ അവളുടെ ബോസ് പെട്ടെന്ന് തന്നെ പറയുകയാണ്, വേഗം റെഡി ആയിക്കോ, നമുക്ക് പെട്ടെന്നൊരു വർക്ക് വന്നിട്ടുണ്ട്, നീ 2 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ നിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ എത്തും, നീ വേഗം റെഡി ആയിട്ട് വാ എന്ന് പറയുന്നു. പിന്നെ ഏതാണെന്നൊന്നും അവൾക്ക് ചോദിക്കാൻ സമയം കിട്ടില്ല. വേഗം അവൾ റെഡിയാകുകയാണ്. എന്നാൽ അവൾ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു സമയത്താണ് അവൻ്റെ ഓവർ ടൈം എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്നത്. എന്നാൽ ഇവളിങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ അവൻക്ക് ഭയങ്കര വിഷമം. പക്ഷെ അവർ പരസ്പരം ഒരുപാട് ദിവസമായി ഇങ്ങനെ ഹഗ് ചെയ്തിട്ടൊക്കെ രണ്ടുപേരും മനസ്സറിഞ്ഞ് ഹഗ് ചെയ്യുന്നു. എന്നിട്ട് അവൾക്ക് പ്രധാനപ്പെട്ട എന്തോ ഒരു ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട്, അവൾ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവനോട് ബായും പറഞ്ഞു പോകുന്നു. അവൻക്കും എന്തെന്നില്ലാത്തൊരു വിഷമം. എന്തായാലും അവൾ പോകും. അങ്ങനെ കാറിൽ വെച്ചിട്ടാണ് അവൾ അറിയുന്നത് അവളുടെ ഇന്നത്തെ ഡ്യൂട്ടി എന്താണെന്ന്. അതായത് ഇപ്പോൾ ടൗണിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അതും മദ്യപിച്ചുകൊണ്ട് ഒരു കാറ് മറ്റൊരു റെസ്റ്റോറൻറ്റിലോട്ട് ഇടിച്ച് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര ധൃതിപ്പെട്ട് പോകുന്നത്. ഇനി ആ ഒരു ആക്സിഡൻറ്റ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഇവിടെ എല്ലാവരും തടിച്ചു കൂടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു നൂഡിൽസ് ഷോപ്പിൽ ഇടിച്ച് കയറിയ കാറും എല്ലാം കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അങ്ങോട്ട് വന്ന പോലീസുകാരും എല്ലാം പറയുന്നുണ്ട് ഡ്രൈവറെല്ലാം ഇപ്പോഴും ആ കാറിൽ തന്നെ ഉണ്ടെന്ന്, അവർ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും ഇങ്ങനെ അവരെ പുറത്തോട്ട് എടുക്കാനുള്ള ശ്രമമാണ്. ഇവിടെ ബോസ് ആണെങ്കിലോ ഇവൾക്ക് പ്രധാനപ്പെട്ട ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഡ്രൈവറിൻ്റെ മുഖം പ്രത്യേകം ക്യാമറയിൽ കിട്ടാൻ വേണ്ടി ശ്രമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇഫാൻ അവളെ ആ ഒരു ലൈവ് വീഡിയോ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അങ്ങനെ ആ ഒരു ഡ്രൈവറിനെ എല്ലാവരും കൂടി പിടിച്ച് പുറത്തോട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ കഷ്ടപ്പെട്ട് അയാളുടെ മുഖം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോഴാണ് ഇഫാന് അയാളുടെ മുഖം കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി. അവൾ ആ ഒരു പേടിക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ് ഇത്. എന്നാൽ അയാളാണെങ്കിൽ ഈ ഒരു അബോധാവസ്ഥയിലും ഇവിടെ ഇഫാൻ ഒരു നോട്ടം കാണുകയും ഇഫാനാണെങ്കിൽ ഒളിക്കുകയാണ് ഇയാളുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഇവളെ ഒരു നോട്ടം കണ്ടപ്പോൾ തന്നെ അയാൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കത്തി. ഇതാരാണെന്ന് എത്ര കുടിച്ചാലും എത്ര ബോധമില്ലാത്ത അവസ്ഥയിലും ഇവളുടെ മുഖം കണ്ടാൽ അയാൾ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അത്രയ്ക്കും ബന്ധമുണ്ട് ഇവർ തമ്മിൽ. അങ്ങനെ ആ ബന്ധമൊക്കെ നമുക്ക് വഴിയെ പറയാം. എന്തായാലും ഇയാളിങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇവളിങ്ങനെ മൈക്ക് പിടിച്ചുകൊണ്ടാണല്ലോ നിൽക്കുന്നത്. ആ ഒരു മൈക്ക് കണ്ടിട്ട് അവൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അവന് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യുന്നു. ഇനി ഇവളാണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ്.
ഇയാളെങ്ങാനും തന്നെ കണ്ടോ എന്നൊക്കെ. അങ്ങനെ ആ ഒരു ടെൻഷനിൽ തന്നെയാണ് അവൾ വീട്ടിലോട്ട് വരുന്നത്. വന്നപ്പോഴോ ഇവിടെ അവൻ ഉറങ്ങിയിട്ടില്ല, ഇവളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൾക്കും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവനക്കറിയാം അവൾ നല്ലോണം ടയേർഡായിട്ടാണ് വരാൻ പോകുന്നതെന്ന്. എന്നാൽ ഇവളാണെങ്കിലോ ഇവൻ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഭയങ്കര എന്തോ ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യുകയാണ്. നേരെ ഇവൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഇങ്ങനെ വാടി മുഖം കൊണ്ടാണ് കേട്ടോ വരുന്നത്. അവൻ്റെ ചെസ്റ്റിൽ അങ്ങോട്ട് തല വെച്ച് കിടക്കും. അതിൽ ഇവനിക്കും ഇവൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. കാര്യം ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് അവൾ ഭയങ്കര ടയേർഡാണെന്ന്. എന്നിട്ട് അവനെ ഇങ്ങനെ ഭയങ്കര ടൈറ്റ്ലി ഹഗ് ചെയ്യുന്നു. അവന് തിരിച്ചും. പിന്നെ അവന് ഒരുപാട് ഇവനെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നു ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അവൾക്കതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ വരിക. അതോ സന്തോഷം കൊണ്ടാണോ അതോ പേടി കൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അവസാനം അവളുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു വിങ്ങൽ ഇവനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. പക്ഷേ പിന്നീട് അവൾ മനസ്സിൽ വിചാരിക്കുന്നു, ഇവനോട് ഇപ്പോൾ ഇതൊന്നും പറയണ്ട, അവനെ ഇനി വിഷമിപ്പിക്കണ്ട, പിന്നെ എന്ത് തന്നെയായാലും ഏതൊരു പ്രശ്നം ഇനി ഞാൻ തന്നെ സോൾവ് ചെയ്യും എന്നും അവളിങ്ങനെ മനസ്സിൽ ഭയങ്കര ദൃഢമായിട്ട് ഇങ്ങനെ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ ഇവൾ എന്തോ പറയാൻ വേണ്ടിയിട്ട് വരികയാണെന്ന് ഇവനിക്ക് മനസ്സിലായി. എന്നിട്ട് അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവൾ പെട്ടെന്ന് പറയും, എനിക്കെന്തോ നിന്നെ കിസ് ചെയ്യാൻ തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കിസ് അങ്ങോട്ട് കൊടുക്കുന്നു. എന്നാൽ അത് അവൾ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുന്നു. എന്നിട്ട് വേഗം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഇവൻ അവളെ അങ്ങോട്ട് പിടിച്ചു വെക്കും. എന്നിട്ട് പറയും, ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, കുറച്ച് സമാധാനത്തോടെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്തോട്ട് വന്നിട്ട് ഇവളെ അങ്ങോട്ട് നന്നായിട്ട് കിസ് ചെയ്യുന്നു. അവസാനം അവൾ നാണം കൊണ്ട് തലയൊക്കെ താഴ്ത്തി വെക്കുന്നുണ്ട്. പിന്നെ അവന് ചോദിക്കും, ഇനി നമുക്ക് ഫുഡ് കഴിച്ചാലോ, അതോ ഇനിയും നിനക്ക് കിസ്സാണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവൾ നാണം കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഫുഡ് മതി എന്ന് പറയും. അങ്ങനെ അവർ വീണ്ടും ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കും. പിന്നെ അവന് പറയും, നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നെ ഇവനിങ്ങനെ പറയുകയാണ്, നിൻ്റെ കിസ്സിങ് ഒരു രസമില്ലായിരുന്നു കേട്ടോ, ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിപ്പോയി എനിക്ക്, അതുകൊണ്ട് ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ഇവന് കിസ് ചെയ്യുന്നു. ഇനി അടുത്ത ദിവസം രാവിലെ മറ്റൊരു രംഗം. ഒരുപാട് കാലത്തിന് ശേഷം ഇവിടെ ബെസ്റ്റിയും ഹോനും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഹോനാണെങ്കിൽ അന്നത്തെ ആ ഒരു ഇഷ്യൂവിന് ശേഷം ഇപ്പോൾ ബെസ്റ്റിനെ കണ്ടിട്ടേ ഇല്ല. ബെസ്റ്റിയാണെങ്കിൽ ഇവനിങ്ങനെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായല്ലോ. ഈ ഒരു ഹോനാണെങ്കിൽ ഇവളുടെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, ആ പയ്യൻ, അവന് ത്രൂ ഇവളുടെ സ്വഭാവവും ഇവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഇവൾ എങ്ങനത്തെ ക്യാരക്ടറാണ് എന്നെല്ലാം ആദ്യം തന്നെ ചോദിച്ച് പഠിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇവളുടെ മുന്നിൽ ആ ഒരു പ്രശ്നം ഇവനിങ്ങനെ ഭയങ്കര വയലൻ്റ് ആയല്ലോ. അതിനുശേഷം മുഖത്ത് നോക്കാൻ ഒരു മടി കാരണം പിന്നെ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എന്തായാലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇവരുടെ വീണ്ടുമുള്ള കണ്ടുമുട്ടൽ. എന്നാൽ ഈ ഒരു കണ്ടുമുട്ടൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബെസ്റ്റ് തന്നെയാണ്. അവൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ, അതായത് ഇവിടെ ആ ഒരു ഗ്രാൻഡ് ഫാദറിന്, ഇവൻ്റെ ഗ്രാൻഡ് പേ ഉണ്ടല്ലോ, അവർക്ക് ഇപ്പോഴും ആ ഒരു ഗ്രാൻഡ് മേയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവരുടെ പറ്റി പല നോട്ട്സും അവരുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇവൾ കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും ഗ്രാൻഡ്മാൻ്റെ ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറയുകയാണ്. എന്നാൽ അതൊക്കെ കേട്ട് ഇവിടെ ഹോന് അതൊരു അത്ഭുതമായിരുന്നു. കാരണം ഇവർ തമ്മിൽ ഭയങ്കര വഴക്കാണ്, അവർ തെറ്റി പിരിഞ്ഞിരിക്കുകയാണ് എന്നൊക്കെയാണല്ലോ ഹോന് വിചാരിച്ചിരുന്നത്. എന്നിട്ട് ഈ ബെസ്റ്റ് ബാക്കിയും കൂടി പറയുകയാണ്. അതായത് ഈ ഒരു ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയും അവരുടെ നല്ല കാലങ്ങൾ ചിലവഴിച്ചിരുന്നത് പണ്ടൊരു റെൻ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു. ആ ഒരു ഹൗസ് ഇപ്പോൾ ഗ്രാൻഡ് പാ വളരെ കഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ട്. പിന്നെ അന്നത്തെ അവരുടെ ഫർണിച്ചർ പോലെ തന്നെ അതേ ഒരു ഡിസൈനിലുള്ള പഴയ ഫർണിച്ചർ എല്ലാം ഗ്രാൻഡ് പാ സംഘടിപ്പിച്ചിട്ട് അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഇടം, ഒരു സാഹചര്യമൊക്കെ ഈ ഗ്രാൻഡ് പേ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ ബെസ്റ്റ് അറിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഇവരോട് പറയുകയാണ്. എന്നിട്ട് പറയും, നിങ്ങൾ 3 പേരും നിങ്ങളുടെ കുടുംബത്തിൽ ആകെ 3 പേരേ ഉള്ളൂ. ആ 3 പേരും ഒരിക്കലും ഒരുമിച്ചിരുന്ന് സംസാരിച്ചിട്ടില്ല. മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമൊന്നും ഈ ഒരു ലോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഉപദേശം. എന്നിട്ട് ഇവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെയും പ്രശ്നത്തിൻ്റെയും ഇങ്ങനെ ആ ഒരു സൈഡിലോട്ട് വരികയാണ്. അതിൽ അവസാനം ഹോന് പറയും, നീ ഇത്രയും ഉപദേശിക്കുന്ന നിൻ്റെ കാര്യത്തിൽ എന്താ അത്രയും ഒരു തീരുമാനം എടുക്കാത്തത്? അതായത് നീ ബാക്കിയുള്ളവരെ വളരെയധികം ഇഷ്ടപ്പെടുന്നു, അവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും ചെയ്യുന്നു. ഇപ്പോൾ ഇഫാൻ്റെ കാര്യമാണെങ്കിലും പിന്നെ അവൾക്ക് അറിയുന്ന ബാക്കി ഫ്രണ്ട്സിൻ്റെ കാര്യമാണെങ്കിലും എല്ലാ കാര്യത്തിലും ഇവൾ അകമൊഴിഞ്ഞ് അവരെ സഹായിക്കും, അവരുടെ കൂടെ തന്നെ നിൽക്കും. എന്നാൽ ഇവളുടെ കാര്യത്തിൽ ആരുമില്ല. ഇവളുടെ സങ്കടം ഇവൾ തന്നെ അങ്ങനെ നീറിപ്പുകഞ്ഞ് കളയുകയാണ്. പിന്നെ അവൾ മനസ്സറിഞ്ഞ് ഒന്ന് ചിരിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇവിടെ ഹോന് അവളെപ്പറ്റി അറിഞ്ഞതെല്ലാം ഇവിടെ പറയുകയാണ്. എന്നാൽ തന്നെപ്പറ്റി ഇവിടെ ഹോൻ ഇത്രയും അധികം അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അവളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിലിങ്ങനെ ഒളിപ്പിച്ച് വെച്ച് അവളുടെ ആ വികാരങ്ങളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് പറയും, നീയും എന്നോട് അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്? ബാക്കിയുള്ളവരെല്ലാവരും പോട്ടെ, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് നീ പറഞ്ഞിട്ടും നീയും എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? എൻ്റെ പ്രശ്നങ്ങളും നീ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ? നീയും എന്നെ ഭയങ്കര വയലൻ്റായിട്ട് എന്നെ ആക്ഷേപിക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ഭയങ്കര പ്രശ്നം.
എന്നിട്ട് അവൾ പറയും, നിനക്കൊരു കാര്യം അറിയോ, നീ എന്നെ വിളിക്കാത്തപ്പോൾ ഞാൻ നിന്നെ കാണാത്ത ആ ഒരു സമയത്ത് എനിക്ക് നിന്നെ എത്രമാത്രം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു ഇഷ്ടങ്ങളെല്ലാം അവൾ അറിയാതെ ആ ഒരു വികാരത്തിൻ്റെ പുറമെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം കേട്ട ഇവിടെ ഹോന് ഭയങ്കര സന്തോഷമാവുകയും ഇവൾക്ക് ഇവനെ ഇഷ്ടമാണെന്ന് അവൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കിസ് ചെയ്യുകയാണ്. അതിൽ ഇവളും ആകെ അങ്ങോട്ട് ഷോക്കായി. പിന്നെ ആ ഒരു കിസ്സിങ്ങും കഴിഞ്ഞിട്ട് അടുത്ത സീനിൽ ഇവർ രണ്ടുപേരും ഭയങ്കര കാമായിട്ട് രണ്ട് സൈഡിലിരിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അതായത് ഇവളിപ്പോൾ ഈ ഒരു ബെസ്റ്റ് ഇവനെ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവൻ ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കിസ് ചെയ്തല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം. എന്നിട്ട് പറയും, നിനക്ക് ഒരുപാട് ഗേൾ ഫ്രണ്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിനക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകും ഇങ്ങനത്തെ കിസ്സിങ്ങിലും പിന്നെ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിലും എല്ലാം. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എന്നിട്ട് ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനെ പേടിപ്പിക്കുന്നത് പോലെ ഇവൾ ഒരുപാട് ഇവളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഇവളെ ഇഷ്ടപ്പെടേണ്ടത്, ഏത് രീതിയിലൂടെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുകയാണ്. അതായത് ഇവളെ ഇങ്ങനെ സ്ലോ ആയിട്ട് അപ്രോച്ച് ചെയ്യണം, പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇവളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും കണ്ടുപിടിച്ച് അതുപോലെ ലൈഫിൽ മാറ്റം വരുത്തി ചെയ്യാൻ ശ്രമിക്കണം എന്നൊക്കെ അവളിങ്ങനെ പറയുമ്പോൾ അതൊക്കെ കേട്ട ഹോനും ഭയങ്കര സന്തോഷമാകും. കാരണം ഇവർ തമ്മിൽ ഇപ്പോൾ ഭയങ്കര ഇഷ്ടത്തിലാണെന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സന്ദർഭമാണ് ഇതെല്ലാം. അങ്ങനെ രണ്ടുപേരുടെയും ആ ഒരു ഹാപ്പി ഫേസ് കാണിക്കുന്നു. ഇനി അടുത്ത രംഗത്തിൽ ഇവിടെ ഇഫാൻ അവരുടെ ആ ഒരു പ്രാക്ടീസും കിസ്സിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് അവർ നേരെ വെളുത്തതിന് ശേഷം കേട്ടോ കിടന്നുറങ്ങുന്നത്. ഇന്നലെ രാത്രി ഇഫാൻ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് ഫുഡ് ഉണ്ടാക്കി കിസ്സിങ് കഴിഞ്ഞ് അത് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുത്തിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യും. പക്ഷേ അതിൻ്റെ ഇടയിലെല്ലാം ഇവിടെ ഇഫാൻ അവനിങ്ങനെ ഇവൾക്ക് കിസ്സിങ് അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവളെ കളിയാക്കിയല്ലോ. അപ്പോൾ അവൾ വീട്ടിൽ റൂമിൽ ആരുമില്ലാത്തൊരു സമയത്ത് ഇങ്ങനെ കിസ്സിങ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ട് അവളുടെ മിറർ ഉപയോഗിച്ചിട്ട്. അപ്പോഴാണ് അവളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കാണുന്നത്. ആക്ച്വലി ഇവൾ അത് യാന് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷേ യാനിപ്പോൾ ഈ ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ അവൾക്ക് അത് കൊടുക്കാൻ ഒരു സാഹചര്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇപ്പോൾ കയ്യോടെ തന്നെ കൊടുക്കാമെന്നും വിചാരിച്ചിട്ട് അവനെ നോക്കിയാണ്. പക്ഷെ അവൻ അവിടെ എവിടെയും കാണുന്നില്ല. റൂമിലും ഹാളിലും എല്ലാം തിരഞ്ഞിട്ടും അവനെ കാണുന്നില്ല. പെട്ടെന്നാണ് അവന് പുറത്തു നിന്നും ഉള്ളിലോട്ട് വരുന്നത്. കയ്യിലൊരു പൊതിയുമുണ്ട്. അപ്പോൾ കാര്യം ചോദിക്കുമ്പോഴോ ഇവിടെ അവൻ്റെ സിസ്റ്റർ കാണാൻ വന്നിരുന്നു. ഇവരുടെ ആ ഒരു ഗ്രാജുവേഷൻ്റെ പരിപാടിൻ്റെ ഭാഗമായിട്ട് ഒരു ആൽബം ഉണ്ടായിരുന്നു. ആ ഒരു ആൽബം ഇവിടെ സിസ്റ്റർ തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയും. പിന്നെ അവളെ ഇങ്ങോട്ട് വീട്ടിലോട്ട് വിളിച്ചുവിടായിരുന്നു എന്ന് പറയുമ്പോൾ അവന് പറയും അവളെന്തോ ഭയങ്കര ബിസിയാണ്, തിരിച്ചു പോയി എന്നൊക്കെ. ഏതായാലും ഞാൻ പറയും, നിനക്ക് എൻ്റെ ഗ്രാജുവേഷൻ്റെ ഫോട്ടോ ഒക്കെ കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെ അവനത് കാണിക്കുകയാണ്. പണ്ട് ഇവരുടെ ആ ഒരു കോളേജൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ ലാസ്റ്റ് ഡേ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിലെ ഓരോ ആളുകളെ പറ്റിയൊക്കെ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഇവൾക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഇഫാൻ അതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവൻ്റെ തന്നെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, പണ്ട് ഈ വീട്ടിലോട്ട് വന്ന് താമസിച്ചിരുന്ന, ഇവർ തമ്മിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ആണെന്ന് ഇവൾ തെറ്റിദ്ധരിച്ചിരുന്ന ആ ഒരു പയ്യൻ. ആ പയ്യനെ പറ്റി ഇവൾ കൂടുതൽ ചോദിക്കുന്നു. ഇവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ഞാൻ കേട്ടിരുന്നു ഇവൻക്ക് ഒരുപാട് ആരാധികമാർ നിങ്ങളുടെ കോളേജിൽ ഉണ്ടായിരുന്നു എന്ന്. എന്നിട്ട് അടുത്ത ഫോട്ടോസിലെല്ലാം അവൻ്റെ പോസും എല്ലാം ഇവൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. എന്നാൽ ഞാനാണെങ്കിലോ ഈ ഒരു കോളേജ് ലൈഫ് തന്നെ ഭയങ്കര ബോറായിരുന്നല്ലോ ഇഫാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഈ ഒരു ഫോട്ടോ എടുക്കുന്നതിലും അതിലുള്ള ഒരു പോസിലുമെല്ലാം ഇവൻ ആ ഒരു തണുത്ത ഭാവം എല്ലാം കാണിക്കുന്നുണ്ട്. അവന് പ്രത്യേക ഒരു എക്സ്പ്രഷനൊന്നും ഇല്ലാതെ ആകെ മൂടിക്കെട്ടിയ ഒരു പോസാണ് ഒക്കെ ചെയ്യുന്നത്. ഇവനാണെങ്കിലോ ഈ ഒരു ഫ്രണ്ടാണെങ്കിലോ നല്ല അടിപൊളി പോസും. അതുകൊണ്ടാണ് ഈ ഐഫാനി അവനെ ഇങ്ങനെ പൊക്കി പറയുന്നത്. എന്നാൽ അത് കേട്ടതും ഇവിടെ യാന് ചെറിയൊരു അസൂയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അവന് അടുത്ത ഫോട്ടോ നോക്കുമ്പോഴെല്ലാം യാനേക്കാളും ഭയങ്കര ഭംഗി ആ ഒരു പയ്യനാകുന്നു. അതിൽ ഇവനെ തന്നെ ഒന്ന് പൊക്കിയടിക്കാൻ നോക്കുമ്പോഴെല്ലാം ഇവൾ തിരിച്ച് ആ ഒരു പയ്യനെ തന്നെ പറയുന്നു. പിന്നെ ഒട്ടും സഹിച്ചില്ല. ഞാൻ പറയും, ഇനി മതി കണ്ടത്, ഞാൻ ഭയങ്കര ടയേർഡാണ്, ഇനി ബാക്കി പിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളെ ഉന്തി പറഞ്ഞയച്ചിട്ട് ഇവൻ വേഗം റൂമിലോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ റൂമിലെത്തിയപ്പോഴാണ് ഇവിടെ ഇഫാൻ കണ്ടത്. ആക്ച്വലി അവളൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നല്ലോ. അപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ. വീണ്ടും അവൾ ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവന് ഡോർ അടച്ചത് കൊണ്ട് തന്നെ ഒന്ന് നോക്ക് ചെയ്യുന്നു. എന്നാൽ അവന് ഉള്ളിൽ നിന്ന് തുറക്കാൻ പറയും. പിന്നെ അകത്ത് കയറി ഇവളോട് പറയും, നീ എൻ്റെ റൂമിലോട്ട് കയറുമ്പോൾ അങ്ങനെ നോക്ക് ചെയ്യൊന്നും വേണ്ട, എനിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ റൂമിലോട്ട് കയറി വരാമെന്നും പറയുന്നു. അതിൽ ഇവൾ മരിച്ചുകൊണ്ട് പറയും, ചിലപ്പോൾ ഒരു പക്ഷേ നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയെന്ന സമയത്താണെങ്കിലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അതിനെന്താ പ്രശ്നം, നിനക്ക് അപ്പോഴും വരാമെന്ന് പറയുന്നു. അത് കേട്ടതും ഇഫാൻ ചെറിയൊരു നാണമൊക്കെ വരും. എന്നിട്ട് അവൾ വന്ന കാര്യം ചെയ്യുകയാണ്. അതായത് അവളുടെ കയ്യിലുള്ള ആ ഗിഫ്റ്റ് ഇവനക്ക് കൊടുക്കും. എന്നിട്ട് പറയും, ഇത് അഡ്വാൻസ് ആയിട്ടുള്ള വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാണ്. ആക്ച്വലി എല്ലാവരും ഒരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ അങ്ങനെയൊക്കെയല്ലേ പ്ലാൻ ചെയ്യല്, പക്ഷേ നീ എനിക്ക് സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതിനേക്കാളും ഒരു സ്പെഷ്യലായിട്ട് തന്നെ നിനക്ക് ഞാൻ ഓരോ ട്രീറ്റും തരുമെന്നും പറയുന്നു. അത് കേട്ടതും അവനക്കും ഭയങ്കര സന്തോഷമാകും. എന്തായാലും അവർ ആ ഗിഫ്റ്റ് തുറന്ന് നോക്കുമ്പോൾ അതൊരു ബ്രേസ്ലെറ്റാണ്. അത് കണ്ട് ഇവൻ പറയും, ഞാൻ എന്താ വല്ല പെൺകുട്ടിയാണോ ഇങ്ങനത്തെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവൾ പറയും, നിനക്കിതിട്ടാൽ നല്ല ഭംഗിയുണ്ടാകും. എന്നിട്ട് അതിലുള്ള ആ ഒരു ചെറിയ ഒരു ലോക്കറ്റ്
അത് നോക്കുമ്പോൾ അത് ഈ ഒരു സ്നോ ഫ്ലേക്സിൻ്റെ ആ ഒരു ഡിസൈനാണ്. അത് ഇവളെ റിലേറ്റ് ചെയ്തിട്ടാണല്ലോ, അതുകൊണ്ട് തന്നെ അവനക്ക് ഭയങ്കര ഇഷ്ടമാകും അവളുടെ ഗിഫ്റ്റ്. എന്നിട്ട് അടുത്ത ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ടാകും. അത് തുറന്ന് നോക്കുമ്പോൾ അത് ഇവൾക്കാണ്. ആക്ച്വലി ഇവളൊരു പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കപ്പിൾ ബ്രേസ്ലെറ്റാണ്. അങ്ങനെ രണ്ടുപേരും ഒരേപോലത്തെ ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഒരു കപ്പിൾ ബ്രേസ്ലെറ്റ് ധരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇട്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ പറയും എൻ്റെ അടുത്തും നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. എന്നിട്ട് അവൻ്റെ ഡ്രോയർ തുറന്നിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറയുന്നു. അങ്ങനെ ഇഫാൻ തന്നെ അത് എടുത്ത് നോക്കുമ്പോൾ അതൊരു ഓഡിയോ റെക്കോർഡറാണ്. ആക്ച്വലി ഇവളൊരു ജേർണലിസ്റ്റ് ആണല്ലോ, അപ്പോൾ ഇവൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് പറയുന്നു. എന്നിട്ട് ഞാൻ പറയും ആക്ച്വലി എനിക്കറിയില്ല ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന്, അതുകൊണ്ട് തന്നെ നീ ഇത് പഠിച്ചോ ചെയ്തോ എന്നൊക്കെ പറയും. അതിൽ അവൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിലുള്ള ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ, ഇതിങ്ങനെ പ്രസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഞാൻ പറയും ഇവിടുന്ന് വേണ്ട, നീ നിൻ്റെ റൂമിലെത്തിയിട്ട് അവിടുന്ന് പഠിച്ചാൽ മതി, അവിടുന്ന് ആ ബട്ടൺ നെക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ പെട്ടെന്ന് തന്നെ അവൻ്റെ റൂമിൽ നിന്നും അങ്ങോട്ട് ആട്ടി പുറത്താക്കുന്നത് പോലെ ചെയ്യുകയാണ്. അവന് ഭയങ്കര ടയർഡാണ്, അവന് ഉറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറയുന്നു. ഇഫാന് വീണ്ടും കാര്യമൊന്നും മനസ്സിലായില്ല. ഏതായാലും ഇഫാന് ആ ഒരു ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമായി. റൂമിലെത്തിയിട്ട് അവൾ ആ ഒരു റെക്കോർഡർ ഇങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി ഞാൻ ഓൾറെഡി അതിൽ ഒരു അവൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അത് അപ്പോഴാണ് ഇവൾ കേൾക്കുന്നത്. അതായത് എവിടെ പോയാലും അവൾ ഭയങ്കര സേഫായിട്ട് നിൽക്കണം. അവൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, അതായത് അവളുടെ ബോയ് ഫ്രണ്ട് അവളെയും വെയിറ്റ് ചെയ്ത് ഇവിടെ വീട്ടിലിരിപ്പുണ്ട് എന്നുള്ളടക്കം വരുന്ന ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വോയിസ് അവൻ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചത് ഇവളിങ്ങനെ കേൾക്കുകയാണ്. അപ്പോഴാണ് ഇവൾക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് അവൻ്റെ റൂമിൽ നിന്നും ഇവനെ പുറത്താക്കിയത് എന്ന്. അങ്ങനെ ഇവൾ വീണ്ടും ആ ഒരു വോയിസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം അടുത്ത സീനിൽ ഇവിടെ ഹോൻ്റെ ഗ്രാൻഡ് പാ അവർ ഒരു വീട് വാങ്ങിച്ചു എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഹോനെയും ആ ഒരു ബെസ്റ്റിനെയും കൊണ്ടുവന്ന് കാണിക്കുകയാണ്. എന്നിട്ട് ഗ്രാൻഡ് പേ ആണെങ്കിലോ അത് ആ ഒരു വീടിനെ പറ്റിയും അവിടുത്തെ അവരുടെ ദിവസങ്ങൾ, അതായത് ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയും അവർ സ്പെൻഡ് ചെയ്ത് അവരുടെ ലൈഫിലെ നല്ല ദിനങ്ങളെല്ലാം അവിടെയാണല്ലോ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും അവിടുത്തെ പ്രത്യേകതകളും പിന്നെ അവരുടെ ഗ്രാൻഡ് മാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ബേഡ്സിനെയും അതുപോലെ ഫ്ലവർ അതൊക്കെ വെച്ച് ഒരുപാട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവരെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടും മതി വരുന്നില്ല. പിന്നെ അവിടെ ഫർണിച്ചറും എല്ലാം പണ്ട് ഇവർ ഉപയോഗിച്ചിരുന്ന അതേപോലെ ഏകദേശം അതേപോലെ തോന്നിക്കുന്ന ഫർണിച്ചറൊക്കെ കൊണ്ടാണ് ആ വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കൂടുതൽ ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴാണ് പെട്ടെന്നൊരു സർപ്രൈസ് ആയിട്ട് ഇവിടെ ഗ്രാൻഡ്മ നിങ്ങൾ അതുപോലത്തെ സോഫ വരെ റെഡിയാക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. അത് കണ്ട് ഈ ഗ്രാൻഡ്മാനെ കണ്ട് ഗ്രാൻഡ്പാക്ക് ഭയങ്കര അത്ഭുതവും സർപ്രൈസും ആവുകയാണ്. എന്നിട്ട് കാര്യം ചോദിക്കുമ്പോൾ ഗ്രാൻഡ്മ വന്നിട്ട് പറയും എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങൾക്ക് അസുഖമുള്ള കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹോനും അത് പറയും സോറി ഞങ്ങൾക്കിത് പറയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു, നിങ്ങളുടെ ഇനിയുള്ള ലൈഫെങ്കിലും നിങ്ങളിങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് ഒരു തെറ്റിദ്ധാരണയോട് കൂടി പോകണ്ട, നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറയുന്നു. പിന്നെ അങ്ങോട്ട് ഗ്രാൻഡ്മയുടെ ആ ഒരു സങ്കടവും പരിഭവവും പറയുകയാണ് എന്തുകൊണ്ട് അവർക്ക് അസുഖമുള്ള കാര്യം മറച്ചു വെച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ ഗ്രാൻഡ് ഫാദർ പറയുന്നത് ഈ ഒരു ഗ്രാൻഡ്മാക്ക് എപ്പോഴും ട്രിപ്പ് പോകാനൊക്കെ ഭയങ്കര പുതിയ ലൈഫും പുതിയ ആളുകളുമായിട്ട് പുതിയ സ്ഥലങ്ങളും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തനിക്ക് അസുഖമാണെന്ന് പറഞ്ഞാൽ ഈ ഗ്രാൻഡ്മ അതൊന്നും പിന്നെ ചെയ്യാതെ ഈ ഗ്രാൻഡ്പാൻ്റെ കൂടെ തന്നെ നിൽക്കും. അപ്പോൾ അത് ഈ ഗ്രാൻഡ്പാക്ക് ഭയങ്കര വിഷമമാകും. അപ്പോൾ അതുകൊണ്ടാണ് പറയാതിരുന്നത്, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എൻ്റെ ലൈഫിൽ നിന്നും അകറ്റിയായിരുന്നു, നിൻ്റെ ഇനിയുള്ള ലൈഫെങ്കിലും നീ നല്ലതുപോലെ ജീവിക്കണം, ഹാപ്പിയായി ജീവിക്കണം അതിനു വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്നു. അതൊക്കെ കേട്ട ഗ്രാൻഡ്മാക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആവുകയും ഗ്രാൻഡ്മ പറയും നിങ്ങൾ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, എനിക്ക് നിങ്ങളെക്കാളും വലുത് വേറെ ഒന്നുമില്ലല്ലോ, പിന്നെ ഞാൻ നിങ്ങളെ എത്ര പ്രാഗിയിട്ടുണ്ട്, എത്ര നിങ്ങളെ ശപിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഒരു സ്വഭാവം കാരണം നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം അവരുടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം അവരവിടെ ക്ലിയർ ചെയ്യുന്നു. എന്നാൽ അതെല്ലാം ഇവരെല്ലാവരും കേൾക്കുന്നുണ്ട്. ഹോനും കൂട്ടിച്ചേർക്കുന്നു. ഗ്രാൻഡ്പാനോട് പറയുന്നു നിങ്ങൾ എന്തെങ്കിലും കാര്യം മറന്നു പോയാൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നിങ്ങൾ അത് ഓർമ്മിപ്പിച്ചെടുക്കും എന്നും പറഞ്ഞിട്ട് അവർ ഭയങ്കര സപ്പോർട്ട് കൊടുക്കുകയാണ് ഗ്രാൻഡ് ഫാദറിന്. എന്തായാലും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി. പിന്നീട് അങ്ങോട്ട് ഒരു ഹാപ്പി ലൈഫ് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പഴയതുപോലെ ഒരു ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട്. എന്നാൽ അത് കണ്ട ഇവിടെ ഹോനും ഈ ബെസ്റ്റിക്കും അതുപോലെ അവരും അതേപോലെ സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്യുകയാണ്. ഇനി ഇഫാൻ ആണെങ്കിലോ അവളിപ്പോൾ പുതിയൊരു റിലേഷൻഷിപ്പിൽ ആയതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാം മാറി, അവളുടെ വികാരങ്ങളും അവളുടെ സന്തോഷങ്ങളൊക്കെ മറ്റൊരു രീതിയിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അവൾ അന്ന് മുതൽ ഞാനും അവളും ബന്ധത്തിലായതിനു ശേഷമുള്ള കാര്യങ്ങളെല്ലാം ഒരു ബുക്കിൽ എഴുതി വെക്കാമെന്നും അവൾ വിചാരിക്കുന്നു. എന്നിട്ട് അവളൊരു ഡയറി പോലെ എഴുതുകയാണ്. ആദ്യം തന്നെ എഴുതുന്നത് അവൾക്ക് അവളുടെ ലൈഫിൽ ഉണ്ടായ ഒരുപാട് റിഗ്രറ്റ്സ് ആണ്, ഒരുപാട് കുറ്റബോധങ്ങൾ. അതായത് ഇന്ന് ഞാൻ്റെ ആ ഒരു ഗ്രാജുവേഷൻ പാർട്ടിയുടെ ആൽബം കണ്ടല്ലോ, അപ്പോൾ മുതൽ അവൾക്ക് കയറിക്കൂടിയ ആ ഒരു കുറ്റബോധം. ഒരു
പക്ഷേ അവളും അതേ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ അതേ ഒരു ആൽബത്തിൽ ഇന്ന് അവളും നിറഞ്ഞു നിന്നേനെ. അതുമാത്രമല്ല യാനിൻ്റെ കൂടെയുള്ള നല്ല സമയങ്ങൾ അവൾക്ക് ഒരുപാട് നല്ല ഓർമ്മകളും എല്ലാം ഒരുപാട് കിട്ടിയേനെ. എന്നിട്ട് അവൾ പണ്ട് ഞാൻ അവളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തതും അവളെ ഒരുപാട് കെയർ ചെയ്തതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുന്നു. എന്നിട്ട് അതുപോലത്തെ ദിവസങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു, എല്ലാം താൻ കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കുറ്റബോധം കൊണ്ട് ഇങ്ങനെ പറയുകയാണ്. അതെല്ലാം അവൾ കുറിക്കുന്നുമുണ്ട്. ശേഷം അവൾ ഒരു പ്രോമിസ് പോലെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയുള്ള കാലം ഇനി ഫ്യൂച്ചറിൽ അവൻ്റെ കൂടെ എന്നും ഉണ്ടായിരിക്കും, ലൈഫിൽ എന്നും ഓർക്കാൻ പറ്റിയ നല്ല ഓർമ്മകളുമായിട്ട് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകും എന്നിങ്ങനെ അവൾ ഭയങ്കര ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. എന്നിട്ട് അവളുടെ ആ ഒരു തീരുമാനം എടുക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ബാക്കി എന്തൊക്കെയാണെന്ന് കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.